അങ്ങനെ ഈ എപ്പിസോഡിന്റെ തുടക്കത്തിൽ നമ്മൾ കാണുന്നത് ഹോമിംഗ് ആണെങ്കിൽ ഇപ്പോൾ വളരെ ശോകത്തിലാണ്. അപ്പോൾ അസിസ്റ്റന്റിനോട് നിനക്ക് എന്നെ കുറിച്ച് എന്താ അഭിപ്രായം എന്ന് ചോദിക്കുമ്പോൾ അസിസ്റ്റന്റും സർ നിങ്ങൾ വളരെ കൈൻഡ് ആണ്, ഓപ്പൺ മൈൻഡഡ് ആണ്, കാം ആണ്, ഇന്റലിജന്റ് ആണ് എന്നൊക്കെ പറയുമ്പോൾ ഹോമിംഗ് ഞാൻ ജിന്ദ ഗ്രൂപ്പിന്റെ വൈസ് പ്രസിഡന്റ് എന്ന നിലയ്ക്കാണോ നീ സംസാരിക്കുന്നത് അതോ ഹോമിംഗ് എന്ന നിലയ്ക്കാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അത് രണ്ടും തമ്മിൽ എന്താണ് സർ വ്യത്യാസം എന്ന് ചോദിക്കുമ്പോൾ ഹോമിംഗ് ഒന്നും മിണ്ടുന്നില്ല. അപ്പോൾ ഇവൻ കുറച്ച് ശോകത്തിലാണ് എന്ന് മനസ്സിലാക്കി അസിസ്റ്റന്റും ഇവനോട് സർ നമ്മൾ എന്തായാലും ഗൂബോ ടൗണിലെ കൾച്ചറൽ ടൂറിസം ചെയ്യാൻ പോവാണ്, നിങ്ങൾ എല്ലാ വർഷവും അവിടെ പോവാറുണ്ട്, ഒരു എക്സലന്റ് ആയിട്ടുള്ള പ്ലേസ് അല്ലേ, കുറച്ച് ദിവസം അവിടെ പോയി സ്റ്റേ ചെയ്തൂടെ, അപ്പോൾ മൈൻഡ് ഒക്കെ കുറച്ച് റിലാക്സ് ആവും എന്ന് പറയുമ്പോൾ ഹോമിൽ അത് പറ്റില്ല, ഇവിടെ ഒരുപാട് ജോലിയുണ്ട് എന്ന് പറയുമ്പോൾ അസിസ്റ്റന്റ് അതൊന്നും വലിയ പാടില്ല ബോസ്, അവിടെയാണെങ്കിൽ ഇപ്പോൾ ഒരുപാട് ലോക്കൽ ഫുഡ് വന്നിട്ടുണ്ട്, ഒരുപാട് ഫെസ്റ്റിവൽസ് നടക്കുന്നുണ്ട്, അതുപോലെ തന്നെ ക്രാഫ്റ്റ് ഐറ്റംസ് ഒക്കെ കൂടിയിട്ടുണ്ട്, ബൊട്ടാണിക്കൽ ഡൈയിങ് വർക്ക്ഷോപ്പ് എത്തിയിട്ടുണ്ട്, പുതുതായിട്ട് ഒരുപാട് കാര്യങ്ങൾ വന്നിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ഇവൻ ആ ഒരു ബൊട്ടാണിക്കൽ ഡൈയിങ്ങിന്റെ കാര്യം കേൾക്കുമ്പോൾ ഉടനെ തന്നെ അസിസ്റ്റന്റിനോട് അവിടേക്ക് എനിക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ റെഡിയാക്കാനായിട്ട് പറയാണ്. കാരണം ഷോയാൻ ആ ഒരു കാര്യം പഠിക്കാൻ ആഗ്രഹിക്കുന്നുണ്ട് എന്ന കാര്യം ഇവൻ അറിയാലോ. സോ ഹാമിങ് വേറെ ഒന്നും തന്നെ നോക്കുന്നില്ല, അങ്ങോട്ടേക്ക് പോവാണ്. അപ്പൊ ഇവിടെ ഷോയാനോടും ലിന്നാണെങ്കിൽ വന്നിട്ട് ആ ഒരു ഡൈയിങ്ങിന്റെ ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറഞ്ഞിട്ട് കുറച്ച് ദിവസം ആയില്ലേ, നീ എപ്പോഴും അങ്ങോട്ടേക്ക് ചെല്ലുന്നതെന്ന് അവർ വീണ്ടും വീണ്ടും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് ചോദിക്കുമ്പോഴാണ് ഇവളും ആ ഒരു കാര്യം ഞാൻ മറന്നേ പോയി, അല്ല ഇവിടെ ഇപ്പോഴും ജോലിയൊന്നും തീർന്നിട്ടില്ലല്ലോ എന്ന് പറയുമ്പോൾ ലിൻ ഞാനിവിടെ ഇല്ലേ, ബാക്കിയൊക്കെ ഞാൻ തന്നെ ഹാൻഡിൽ ചെയ്തോളാം, നീ കുറച്ച് ദിവസത്തേക്ക് അവളെ പോയി സ്റ്റേ ചെയ്തിട്ട് വാ, ഒരു വെക്കേഷൻ ആവും, അത് കഴിഞ്ഞുള്ള കാര്യങ്ങളൊക്കെ നീ നോക്കിയാൽ മതി എന്ന് പറയുമ്പോൾ ഇവളും ഓക്കെ പറഞ്ഞിട്ട് ഇപ്പോ ആ ഒരു ടൗണിലേക്ക് എത്തിയിരിക്കുകയാണ്. പക്ഷേ ഹോമിങ്ങും ഷോയാനും എത്തിയിരിക്കുന്നത് ഒരേ സ്ഥലത്തേക്ക് തന്നെയാണ്. ഹോമിങ് ആണെങ്കിൽ ഷോയാനേക്കാളും കുറച്ച് ദിവസം മുന്നേയാണ് എത്തിയത്. ഇവൻ ഫസ്റ്റ് ടൈം അല്ല വരുന്നത്, ഒരുപാട് നാളായിട്ട് ഇവിടെ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ അവൻ അവന്റേതായിട്ടുള്ള എൻജോയ്മെന്റിലാണ്. ഷോയാനെ ഇങ്ങോട്ട് ക്ഷണിച്ച ആ ഒരു വ്യക്തിയായിട്ട് ഇവളും ഇവളുടെ താമസ സ്ഥലത്തേക്കൊക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പോകുന്ന വഴിക്ക് ഇവളാണെങ്കിൽ ഹോമിങ്ങിനെ പോലെ ഒരു വ്യക്തിയെ കാണുവാണ്, പുറകുവശം മാത്രം, പക്ഷെ അത് ഹോമിങ് തന്നെയാണ്. അവനാണെങ്കിൽ ഒരു പട്ടം വിൽക്കുന്ന ഷോപ്പിൽ നിന്ന് ഒരു പട്ടമൊക്കെ വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ് ഇവളെ കാണുന്നത്. സോ ഇവളെ വിചാരിക്കുന്നത് എന്തായാലും ഹോമിങ് ഇങ്ങോട്ട് വരാൻ സാധ്യതയില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് തോന്നിയതായിരിക്കും എന്നാണ്. അതിനുശേഷം ഇവള് സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തേക്ക് എത്തുന്നു. അവിടെ ഇവൾക്കാണെങ്കിൽ ഒരു ഇലക്ട്രിക് സ്കൂട്ടറും കാര്യങ്ങളൊക്കെ അവർ നൽകുന്നുണ്ട് നാടൊക്കെ ചുറ്റി കറങ്ങാനായിട്ട്. അവിടെ വലിയ വണ്ടിയോ കാര്യങ്ങളോ ഒന്നും തന്നെ പോവാറില്ല. സോ ഇവളും പിറ്റേന്ന് ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്യാനായിട്ട് ആ ഒരു വർക്ക്ഷോപ്പിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെയാണ് ഇവർക്ക് ആ ഒരു ഡിസൈനും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് ചെയ്യുന്നത് പഠിപ്പിച്ചു കൊടുക്കുന്നത്. അങ്ങനെ ഇവളും ആ ഒരു ക്ലാസ് ഒക്കെ അറ്റൻഡ് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയം തന്നെ മറ്റൊരു സ്റ്റുഡന്റ് സോറി ഞാൻ ഇന്ന് ലേറ്റ് ആയി പോയി എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് വരാണ്. അത് വേറെ ആരുമല്ല ഹോമിങ് തന്നെയാണ്. ഇവർ രണ്ടുപേരും ഒരേ സ്ഥലത്തേക്കാണ് പഠിക്കാനായിട്ട് എത്തിയിരിക്കുന്നത്. അപ്പോഴാണ് ഹോമിങ് ഇങ്ങോട്ട് വന്ന കാര്യം ഷൂയാൻ ഇവിടെ ഉണ്ട് എന്ന കാര്യം ഹോമിങ്ങും കാണുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ട് ഷോക്കാവുകയാണ്. പക്ഷെ അവര് ഒന്ന് സംസാരിക്കാനോ ഒന്നിനും പോകുന്നില്ല, മൈൻഡ് പോലും ചെയ്യുന്നില്ല. അതിനുശേഷം അവരുടെ ആ ഒരു വർക്കും കാര്യങ്ങളൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ടീച്ചർ ആണെങ്കിൽ ഇവരോട് 2 ടീം ആവാനായിട്ട് പറയാണ്. മറ്റേ 2 ലേഡികളാണെങ്കിൽ അവർക്ക് പരിചയമുള്ളത് കൊണ്ട് അവർ ഒരു ടീം ആവുന്നു, ഇവർക്കും വേറെ നിവൃത്തിയില്ലാതെ ഇവര് ഒരു ടീം ആവാണ്. അങ്ങനെ ആ ഒരു വർക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഇവളെ ബുദ്ധിമുട്ടിക്കാതെ ഹോമിങ് തന്നെയാണ് ഭാരിച്ച പണികളൊക്കെ ചെയ്യുന്നത്. അതിനുശേഷം ആ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളൊക്കെ ഇവർ ഒരുമിച്ച് തന്നെ ചെയ്യുന്നു. ലാസ്റ്റ് ഇവർ മേക്ക് ചെയ്ത ഒരു ഔട്ട്പുട്ടും കിട്ടുകയാണ്. ഷോയാനും വളരെ ഹാപ്പി ആവുന്നു. ഇവരുടെ ടീച്ചർ നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഇവളെ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. പക്ഷെ ആ ഒരു സമയത്ത് ഇവളെ നോക്കുമ്പോൾ ഹോമിങ് അവിടെ ഉണ്ടായിരുന്നില്ല, അവൻ അവിടെ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് ഇവളാണെങ്കിൽ ഇവളുടെ താമസ സ്ഥലത്തേക്ക് എത്തുമ്പോൾ ഇവളുടെ തൊട്ടപ്പുറത്തെ മുറിയിൽ താമസിക്കുന്നത് മറ്റാരുമല്ല ഹോമിങ് തന്നെയാണ്. ഇവനാണെങ്കിൽ ഇവളെ കണ്ട് ഷോക്കായി ഇവളുടെ കണ്ണിൽ പെടാതെ രക്ഷപ്പെടാനാണ് ശ്രമിക്കുന്നത്. പക്ഷെ ഷോയാനാണെങ്കിൽ ഇവനെ കണ്ട് നിങ്ങളോ ഇതും നിങ്ങൾ കോയിൻസിഡൻസ് എന്ന് പറയാൻ വരരുത് എന്ന് പറയുമ്പോൾ ഇവര് ശരിക്കും കോയിൻസിഡൻസ് തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവള് ഇവിടെ എന്താ റഷ്യൻ ഉണ്ടോ, അതാണോ എന്റെ പിറകെ വന്നത്, ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ ഈ കോപ്രായങ്ങളെ കാണിച്ച് എന്നെ വെറുതെ ഫുള്ളാക്കാൻ നോക്കരുതെന്ന്, ഇപ്പൊ നിങ്ങളുടെ ഉദ്ദേശം എന്താ, എന്റെ റൂമിന്റെ തൊട്ടപ്പുറത്ത് താമസിക്കുന്നു, എന്റെ ക്ലാസ്സിൽ വന്ന് ജോയിൻ ചെയ്യുന്നു, എന്തായി നടക്കുന്നത്, നിങ്ങൾക്ക് എന്താ വേണ്ടത് എന്ന് ചോദിക്കുമ്പോ ഹോമിങ് ഞാനിവിടെ ദിവസങ്ങളായിട്ട് താമസിക്കാണ് എന്ന് പറയുമ്പോഴും ഇവള് വിശ്വസിക്കുന്നില്ല. അപ്പൊ ഇവനും നിനക്കിപ്പോ എന്താ വേണ്ടത്, നീ ഇവിടെ വരുന്നുണ്ടെന്ന കാര്യം ശരിക്കും എനിക്ക് അറിയില്ലായിരുന്നു, നിനക്ക് ശല്യമാണെങ്കിൽ ഞാൻ പോയേക്കാം എന്ന് പറയുമ്പോൾ ഷോയാൻ എവിടെയെങ്കിലും പോക്കോ, പക്ഷെ എന്റെ കൺമുന്നിൽ വരരുത് എന്ന് പറഞ്ഞിട്ട് ഇവൾ അകത്തേക്ക് കയറി പോവാണ്. ഇവളെ അകത്തേക്ക് വരുമ്പോൾ ലിന്നാണെങ്കിൽ ഇവളെ വിളിച്ചിട്ട് എങ്ങനെയുണ്ട്, സ്ഥലമൊക്കെ ഓക്കെ ആണോ എന്ന് ചോദിക്കുമ്പോൾ ഷോയാൻ സ്ഥലത്തിനൊന്നും ഒരു കുഴപ്പമില്ല, പക്ഷെ എന്റെ തൊട്ടപ്പുറത്താണ് ഹോമിങ് ഉള്ളത് എന്ന് പറയുന്നു. അപ്പൊ ലിന്നും അല്ല പുള്ളി അവിടെ എന്താ ചെയ്യുന്നത്, ഹോമിങ് നിന്നെ ഫോളോ ചെയ്ത് വന്നതാണോ എന്ന് ചോദിക്കുമ്പോൾ ഇവളെ അറിയില്ല എന്ന് പറയുന്നു. അപ്പൊ ലിൻ തീർച്ചയായും പുള്ളി നിനക്ക് വേണ്ടി തന്നെ ആയിരിക്കും എത്തിയത്, ഹോമിങ് നിന്നെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഷോയാൻ, നീ ഇത്രയൊക്കെ പറഞ്ഞിട്ടും പുള്ളി നിന്റെ പിറകെ വരുന്നുണ്ടെങ്കിൽ അത് തീർച്ചയായും സ്നേഹം തന്നെയാണ്, അത് തന്നെയാണ് അതിന്റെ റീസൺ. അത് മാത്രമല്ല നമ്മുടെ കമ്പനി ഉയർത്തിക്കൊണ്ട് വരാനായിട്ട് പുള്ളിക്കാരൻ നിനക്ക് വേണ്ടി എന്തൊക്കെ സഹായങ്ങളാണ് ചെയ്തു തന്നിട്ടുള്ളത്, നിന്റെ സഹായം തിരിച്ചു കിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യേണ്ട കാര്യമൊന്നുമില്ല എന്ന് പറയുമ്പോൾ ഇവള് ഹോമിങ് എപ്പോഴൊക്കെ എന്നെ സമീപിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ എന്തെങ്കിലും ട്രിക്ക് പിന്നിലുണ്ടാവും, അതുകൊണ്ട് തന്നെ ഇപ്പോഴും എന്തിനാ എന്റെ പിന്നാലെ വന്നതെന്ന് എനിക്കറിയില്ല എന്ന് പറയുമ്പോൾ ലെയിൻ നീ കുറച്ച് സമയം കൊടുത്തു നോക്ക്, വെറുതെ ഓവർ തിങ്ക് ചെയ്യണ്ട, ഹോമിങ് അത്ര മോശപ്പെട്ട വ്യക്തിയൊന്നുമല്ല, നീ ഒരുപാട് റിജക്ട് ചെയ്തിട്ടും പുള്ളി നിന്നെ വിട്ട് കളയുന്നില്ലല്ലോ ഒക്കെ പറയുന്നുണ്ടെങ്കിലും ഇവളാണെങ്കിൽ അതൊക്കെ ഒരു തമാശ രീതിയിൽ എടുക്കാണ്. അങ്ങനെ ഇവിടെ അതിനുശേഷം ഷെൻ ആണെങ്കിൽ ലിനിനോട് വന്നിട്ട് ഇവരുടെ സപ്ലൈസിനൊക്കെ ഫീസ് കൊടുക്കാനായിട്ട് 1 മില്യണിന്റെ കുറവ് കാണുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് അതൊക്കെ നമ്മൾ കുറച്ച് അധികം ഓർഡേഴ്സ് എക്സ്പാൻഡ് ചെയ്തപ്പോൾ പല വഴിക്കായിട്ട് ചെലവായി പോയതാണ്, അത് നീ എങ്ങനെയെങ്കിലും ഒന്ന് മാനേജ് ചെയ്യാനായിട്ട് പറയുമ്പോൾ ഇവനും ശരി ഞാനത് എന്തെങ്കിലും ചെയ്തോളാം കുഴപ്പമൊന്നുമില്ല
എന്ന് പറഞ്ഞിട്ട് ഇവളോട് അല്ല ഒരുപാട് സമയമായില്ല നീ ഫുഡ് കഴിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇവള് ഇല്ല കുഴപ്പമില്ല ഞാൻ പിന്നെ കഴിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവനാണെങ്കിൽ വേണ്ട വേണ്ട പട്ടിണി ഇരിക്കേണ്ട ഞാൻ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരാം എന്ന് പറഞ്ഞ് പോകാൻ തുടങ്ങുമ്പോൾ യു ആണെങ്കിൽ അങ്ങോട്ടേക്ക് വരാണ്. ഇവളും പെട്ടെന്ന് ഇവന്റെ അടുത്തേക്ക് വളരെ സന്തോഷത്തിൽ എത്തുമ്പോൾ ഷെന്നാണെങ്കിൽ ഇവരോട് എങ്കിൽ പിന്നെ നിങ്ങൾ ഒരുമിച്ച് പോയി ഫുഡൊക്കെ കഴിച്ചിട്ട് നേരത്തെ കിടന്ന് ഉറങ്ങാൻ നോക്ക്, ഒരുപാട് പണിയെടുക്കണ്ട എന്ന് പറയുമ്പോൾ ഇവളും ശരിയെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ പോവാണ് എന്ന് പറഞ്ഞ് വളരെ ഹാപ്പി ആയിട്ട് അവരെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാനായിട്ട് പുറത്തേക്ക് പോകുന്നു. പക്ഷെ വളരെ സന്തോഷത്തിൽ എന്ന പോലെ അവരെ പറഞ്ഞയച്ചതെങ്കിലും ഇവൻ വളരെ പകയോടുകൂടിയാണ് അവരെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഷുയാൻ പുറത്തേക്ക് ഇറങ്ങാൻ തുടങ്ങുമ്പോൾ തൊട്ടപ്പുറത്തെ മുറിയിൽ താമസിച്ചിരുന്നത് ഹോമിങ് ആണല്ലോ, പക്ഷെ ഇപ്പോൾ വേറൊരു കപ്പിൾസ് ആണ് അവിടെ താമസിക്കുന്നത്. അവൻ എവിടെ പോയി എന്നാണ് ഇവള് ചിന്തിക്കുന്നത്. അങ്ങോട്ടേക്ക് വന്ന സ്റ്റാഫിനോട് അല്ല ഇന്നലെ വരെ ഇവിടെ താമസിച്ചിരുന്ന ആ വ്യക്തി എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവരും അദ്ദേഹം വെക്കേറ്റായി പോയി എന്ന് പറയാണ്. ഹോമിങ് പോയെന്ന കാര്യം ഇവൾക്ക് വിശ്വസിക്കാനേ ആവുന്നില്ല. ഇവളാണല്ലോ അവനെ ഇനി കാണണ്ട എന്ന് പറഞ്ഞത്. അതിനുശേഷം ഇവളെ ക്ലാസ്സിന് വരുമ്പോഴും അവിടെയും ഹോമിങ് എത്തിയിട്ടില്ല. നല്ലോണം തന്നെ അതുകൊണ്ട് ഇവള് ഇപ്പൊ അവനെ മിസ് ചെയ്യുന്നുണ്ട്. സോ അവനെ എവിടെയും കാണാത്തത് കൊണ്ട് തന്നെ തിരിച്ചു പോകുന്ന സമയത്ത് ഹോമിങ് ആണെങ്കിൽ ആദ്യം ഒരു ഷോപ്പിൽ നിന്ന് പട്ടം വാങ്ങിച്ചിരുന്നല്ലോ, പട്ടമൊക്കെ വിൽക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് ആ ഒരു ഷോപ്പിലേക്ക് ഇവളും ചെല്ലുകയാണ്. എന്നിട്ട് അവിടെയുള്ള ഒരു പട്ടം എടുത്തിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു സംഭവം മറ്റാർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടായിരുന്നോ എന്ന് ചോദിക്കുമ്പോ അതെ അത് ഹോമിംഗ് ആണ് വാങ്ങിച്ചോണ്ട് പോയത്, ഞങ്ങൾ ഭയങ്കര കമ്പനിയാണ് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങള് ജിന്ദ ഗ്രൂപ്പിന്റെ ഹോമിങ്ങിനെ പറ്റി തന്നെയാണോ സംസാരിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാളും തീർച്ചയായും നിങ്ങൾ ഇങ്ങോട്ട് വരുന്നവർക്ക് കണ്ടില്ലേ അവിടെയുള്ള ബസ് സ്റ്റോപ്പും ക്യാൻറ്റീനും ടൂറിസ്റ്റ് സ്പോട്ടും ഒക്കെ അതെല്ലാം മിസ്റ്റർ ഹോമിങ് ഞങ്ങൾക്ക് വേണ്ടി സമ്മാനിച്ചതാണ്, അതെല്ലാം ജിന്ദ ഗ്രൂപ്പിന്റെ പ്രോപ്പർട്ടീസ് ആണ്, ഒരുപാട് വർഷമായിട്ട് അവരിവിടെ ടൂറിസം ചെയ്യുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഇവള് ഹോമിംഗ് അഭിനയിക്കുക അല്ലായിരുന്നല്ലേ എന്ന് പറയുമ്പോൾ ഇയാള് അതെ അവൻ അഭിനയിക്കുകയാണ് എന്ന് പറയുമ്പോൾ ഇവള് നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇയാള് പുള്ളിക്കാരൻ ഫസ്റ്റിൽ ഇവിടെ എത്തിയത് വേറെ ഒരു ടൂറിസ്റ്റ് എന്ന രീതിയിലാണ്, പക്ഷെ പലരും പറഞ്ഞപ്പോഴേ അറിഞ്ഞത് അദ്ദേഹം ചിന്താ ഗ്രൂപ്പിന്റെ ചെയർമാന്റെ മകനാണ് എന്ന കാര്യം. പുള്ളിക്കാരൻ അതിന്റെ ഒരു ജാടയില്ലാതെയാണ് ഞങ്ങളോടൊക്കെ പെരുമാറുന്നത്, വളരെ നല്ല വ്യക്തിയാണ്. എന്റെ അടുത്ത് നിന്ന് ഈ ഹാൻഡ് മെയ്ഡ് ഐറ്റംസ് ഒക്കെ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് വരെ പഠിച്ചിട്ടുണ്ട്, പെട്ടെന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുന്ന വ്യക്തിയാണ്. അപ്പോ അദ്ദേഹം ബൊട്ടാനിക്കൽ ഡൈങ്ങിനെ കുറിച്ച് പഠിക്കാനാണ് ഇങ്ങോട്ട് എത്തിയത്. അല്ല നിങ്ങൾക്ക് പുള്ളിക്കാരനെ അറിയോ എന്ന് ചോദിക്കുമ്പോൾ ഇവള് അതെ അദ്ദേഹം എന്റെ ഫ്രണ്ട് ആണ് എന്ന് പറയുന്നു. അപ്പൊ ഇവിടെ ഹോമിംഗ് ആണെങ്കിൽ ആ ഒരു ടൗണിന്റെ പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അസിസ്റ്റന്റ് വരെ ഇവനോട് ചോദിക്കുന്നത് സർ ശരിക്കും നിങ്ങൾ ഇവിടെ ബൊട്ടാനിക്കൽ ഡൈങ്ങിനെ കുറിച്ച് പഠിക്കാനാണോ വന്നത് അതോ ഷുയാന് വേണ്ടിയിട്ടാണോ വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹോമിംഗ് അവള് തന്നെ ഒരിക്കലും ബൊട്ടാനിക്കൽ ഡൈങ്ങിനെ കുറിച്ച് പഠിക്കണമെന്ന് എന്നോട് പറഞ്ഞത്, അതുകൊണ്ട് അത് പഠിക്കാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ അവൾ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന കാര്യം എനിക്ക് ശരിക്കും അറിയില്ലായിരുന്നു. അവൾ ഇപ്പോഴും എന്നോട് ഭയങ്കര ദേഷ്യത്തില, അവളെ എനിക്ക് നേരിട്ട് സപ്പോർട്ട് ചെയ്യാൻ ഒരു വിധത്തിൽ സാധിക്കില്ല. ഇത് ശരിക്കും ഒരു കോയിൻസിഡൻസ് ആയിട്ട് സംഭവിച്ചതാണ് എന്ന് ഞാൻ എത്ര പറഞ്ഞിട്ട് അവൾ വിശ്വസിക്കുന്നില്ല. അവളുടെ മുന്നിൽ ഞാൻ എപ്പോഴും അഭിനയിക്കുകയാണെന്ന് അവൾ വിചാരിക്കുന്നത്. അവൾക്ക് ഇനി എന്നെ കാണണ്ടെന്ന് വരെ പറഞ്ഞേക്ക, അതുകൊണ്ടാണ് ഞാൻ കുറച്ച് അകലം പാലിക്കുന്നത് എന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര നിരാശയിലാണ്. അപ്പൊ അന്ന് നൈറ്റ് ഷോ ആണെങ്കിൽ പുറത്തു നിൽക്കുന്ന സമയത്ത് ഇവളുടെ തൊട്ടപ്പുറത്തുള്ള കപ്പിൾസ് ആ ഒരു നാടകത്തിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് പോകുന്നത് ഇവളെ കേൾക്കാണ്. ആ ഒരു ടൗണിൽ തന്നെയാണ് അതിന്റെ റിഹേഴ്സലും കാര്യങ്ങളൊക്കെ നടക്കുന്നത്. അവരത് കാണാനായിട്ട് പോവാണ്. ഷോയാനും അത് കേട്ട് എന്തോ ഒരു കൗതുകത്തില് ഇവളും അങ്ങോട്ടേക്ക് എത്താണ്. പക്ഷെ ഇവള് വരുമ്പോ അവിടെ സ്റ്റേജിലാണെങ്കിൽ അതിലൊരു മെയിൻ റോള് ചെയ്യുന്നത് മറ്റാരുമല്ല ഹോമിംഗ് ആണ്. ഇവളാണെങ്കിൽ വളരെ ക്യൂരിയോസിറ്റിയിലാണ് അത് കണ്ട് നോക്കി നിൽക്കുന്നത്. ഇവൻ അഭിനയം ഇത്രയ്ക്ക് ഇഷ്ടമായിരുന്നു എന്നാണ് ഇവളെ ചിന്തിക്കുന്നത്. ആ ഒരു സമയത്ത് ഹോമിംഗും ഇവളെ അവിടെ കാണുകയാണ്. അതുകൊണ്ട് തന്നെ ഇവൻ അഭിനയിക്കാണ് എന്നൊന്നും നോക്കുന്നില്ല. പെട്ടെന്ന് തന്നെ ഭയങ്കര നാണക്കേടായിട്ട് നൈസിന് അവിടെ നിന്ന് ഇറങ്ങി ഓടുകയാണ്. ഇവളും ഇവന്റെ പിറകെ തന്നെ വരാണ്. എന്നിട്ട് ഇവനോട് നിങ്ങൾ എന്തിനാ എന്നെ പേടിച്ചോടുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ അല്ല ഞാൻ കുറച്ച് ടയർഡാണ് എന്ന് പറയുമ്പോൾ ഇവള് ടയേർഡാണോ കുറ്റബോധമാണോ എന്ന് ചോദിക്കുമ്പോൾ ഹാമിങ് നീ അല്ലേ പറഞ്ഞത് നിനക്ക് എന്നെ കാണണ്ടെന്ന്, അതിനു വേണ്ടിയിട്ടാണ് ഞാൻ ശ്രമിക്കുന്നത് എന്ന് പറയുമ്പോൾ ഇവള് അപ്പൊ പിന്നെ നിങ്ങൾ എന്താ ഇവിടെ നിന്ന് പോവാത്തത് എന്ന് ചോദിക്കുമ്പോൾ ഇവനും ഞാനിവിടെ ബൊട്ടാനിക്കൽ ഡൈങ്ങിനെ കുറിച്ച് പഠിക്കാനായിട്ടാണ് വന്നത് എന്ന് പറയാണ്. അപ്പോ ഷോയാൻ അതെന്തിനു വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുന്നു. അപ്പോ ഹാമിങ് അത് പിന്നെ നീ ആയിട്ട് സംസാരിക്കാൻ കോമൺ ആയിട്ട് ഒരു ടോപ്പിക്ക് എന്തായാലും ഒരു ദിവസം വേണ്ടേ അതിന് വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ഇവളാണെങ്കിൽ ഇവനെ ക്രോസ് ചെയ്ത് വണ്ടി നിർത്തിയിട്ട് ഇത് അഭിനയാണോ എന്ന് ചോദിക്കുമ്പോൾ ഹോമിങ് നീ വിശ്വസിച്ചാലും ഇല്ലെങ്കിലും ഞാനത് പഠിക്കാൻ തന്നെയാണ് ഇങ്ങോട്ട് എത്തിയത്, അത് നിനക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെന്ന് നീ പറഞ്ഞു, സോ ഞാനത് ഫസ്റ്റിലെ പഠിച്ചേക്കാന്ന് വിചാരിച്ചു, അത്രേ ഉള്ളൂ എന്ന് പറയുമ്പോൾ ഇവള് ഒന്നും മിണ്ടുന്നില്ല. കാരണം ഇവൻ അത് പഠിക്കാൻ വേണ്ടിയിട്ടാണ് എത്തിയതെന്ന് നേരത്തെ ആ ഒരു കടക്കാരൻ പറഞ്ഞിട്ട് ഇവൾക്ക് മനസ്സിലായതാണല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഇഷ്ടം പോലെ തന്നെ ചെയ്തോ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവാണ്. അപ്പോൾ ഹോമിങ് എങ്കിൽ പിന്നെ ഞാൻ നാളെ മുതൽ ക്ലാസ്സിലേക്ക് വരട്ടെ എന്ന് ചോദിക്കുമ്പോൾ ഇവളും ലേറ്റ് ആവാതെ വരണം എന്ന് പറഞ്ഞിട്ടാണ് പോകുന്നത്. അതിനുശേഷം പിറ്റേന്നത്തെ ക്ലാസ്സിൽ ഇവർക്ക് കുറച്ച് മുന്നേ ചെയ്തിട്ടുള്ള വർക്കുകളും കാര്യങ്ങളൊക്കെ കാണിച്ചു കൊടുക്കാണ്. അപ്പൊ അതിലൊരു വർക്ക് കാണുമ്പോൾ ഇവൾക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടാണ്. ബ്ലൂവിന്റെ പല വേരിയന്റിൽ വരുന്ന വർക്കാണ് അതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. ഇവരുടെ ടീച്ചറിനോട് അല്ല ഇതൊക്കെ ആരുടെ വർക്കാണ്, ഇതിന്റെ ഒറിജിനൽ എവിടെ നിന്നാണ് കിട്ടുന്നത് എന്നൊക്കെ ചോദിക്കുമ്പോൾ ടീച്ചർ ഇതിന്റെ ഒറിജിനൽ അവൈലബിൾ അല്ല, ഇത് നമ്മുടെ നാട്ടും പ്രദേശത്തുള്ള ഒരു വ്യക്തി തന്നെയാണ് ഡിസൈൻ ചെയ്തത് എന്ന് പറയുമ്പോൾ ഇവളുടെ സ്റ്റുഡിയോ ഫോക്കസ് ചെയ്യുന്നത് എത്നിക് ഡിസൈൻ കാര്യങ്ങളൊക്കെ ആണല്ലോ. സോ അതിന് വളരെ സ്യൂട്ടബിൾ ആയിട്ടുള്ള ഡിസൈൻ ആണ് ഇത്. അതുകൊണ്ട് തന്നെ ആ ഒരു വ്യക്തിയുടെ കോൺടാക്ട് കിട്ടോ, ഈ ഒരു ഡിസൈൻ ഒക്കെ ഞങ്ങൾക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ലൈസൻസ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ന് പറയുമ്പോൾ ടീച്ചർ ആ ഒരു വ്യക്തിയുടെ പേര് പറഞ്ഞിട്ട് അത് നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം പുള്ളിക്കാരൻ ഓൾറെഡി 3 വർഷം മുന്നേ ഡിസൈനിങ് ചെയ്യുന്നത് തന്നെ നിർത്തിയേക്കാണ്. അതുകൊണ്ട് തന്നെ പുള്ളി സമ്മതിക്കോ ഇല്ലെന്ന് അറിയില്ല. എന്തായാലും നിങ്ങൾ ഒന്ന് ശ്രമിച്ചു നോക്കാനായിട്ട് പറയുന്നു. അതൊരു മാസ്റ്റർ ചു എന്ന് പറയുന്ന വ്യക്തിയുടെ ഡിസൈൻ ആണ്. അപ്പോൾ ഇവൾക്കാണെങ്കിൽ അതിൽ ഭയങ്കര താല്പര്യമുണ്ട് എന്ന് മനസ്സിലാക്കി ഹോമിങ് എനിക്ക് ആ ഒരു മാസ്റ്ററിനെ അറിയാം, ഞാൻ നിന്നെ അങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് പോവാം എന്ന് പറഞ്ഞിട്ട് ഇവൻ നേരെ ആ ഒരു മാസ്റ്ററിനെ കാണാനായിട്ട് ഷുയാനെ കൂട്ടിക്കൊണ്ട് വരികയാണ്. ഹോമിങ്ങിന് ഒരുപാട് നാളായിട്ട് ഇവിടെ പരിചയമുള്ള
പരിചയമുള്ളതാണല്ലോ, അതുകൊണ്ട് തന്നെ ഇവിടുത്തെ മിക്കുള്ളവരെ അറിയാം. ആ ഒരു രീതിയിലാണ് ഇദ്ദേഹത്തിനെയും പരിചയമുള്ളത്. ഹോമിങ്ങിനെ കാണുമ്പോൾ ഈ ഒരു മാസ്റ്ററും വളരെ സന്തോഷത്തിലാണ്. നീയോ ഹാമിങ് അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് വളരെ മര്യാദയോട് കൂടിയാണ് സ്വീകരിക്കുന്നത്. അങ്ങനെ ഇവരും അകത്തേക്ക് വരുമ്പോ ഇവരാണെങ്കിൽ അവിടെ നോക്കുന്ന സമയത്ത് അദ്ദേഹം വർക്ക് അവസാനിപ്പിച്ചു എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷെ അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്യുന്നു എന്ന് കാണിക്കുന്ന രീതിയിലുള്ള പല കാര്യങ്ങളും അവരവിടെ കാണാണ്. അദ്ദേഹം വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യുന്ന ഒരുപാട് ഐറ്റംസ് പുറത്ത് തന്നെ ഇരിപ്പുണ്ട്. അപ്പോൾ ഇവളും ഇദ്ദേഹത്തിനോട്, സർ ഞങ്ങൾ വന്ന കാര്യം പറയാം, ഞാനൊരു ക്ലോത്തിങ് കമ്പനി നടത്തുന്നുണ്ട്. ഇവിടെ വന്നപ്പോഴാണ് നിങ്ങളുടെ ഡിസൈൻ ഒക്കെ കാണാൻ സാധിച്ചത്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് നിങ്ങളുടെ ഡിസൈൻ ഒക്കെ ഞങ്ങളുടെ ഇനിയുള്ള വർക്കിൽ യൂസ് ചെയ്യാൻ താല്പര്യമുണ്ട്. അതിന് അനുവാദം തരോ എന്ന് ചോദിക്കാനായിട്ടാണ് എത്തിയത് എന്ന് പറയുമ്പോൾ ഇയാള്, ഞാനതൊക്കെ ഒരുപാട് നാൾ മുന്നേ നിർത്തിയതാണ് എന്ന് പറഞ്ഞിട്ട് അതിനെപ്പറ്റി സംസാരിക്കണ്ട എന്ന് തന്നെ പറയാണ്. അപ്പൊ ഇവര് ഒന്നുകൂടി റിക്വസ്റ്റ് ചെയ്ത് നോക്കുന്നു. പക്ഷെ അപ്പോഴും ഇയാള്, ഞാൻ ഹോമിങ്ങിനോടുള്ള റെസ്പെക്ട് കാരണമാണ് വീട്ടിലേക്ക് കയറ്റിയത്. ഞാൻ എന്റെ തീരുമാനം പറഞ്ഞു കഴിഞ്ഞു. നിങ്ങൾ എന്നെ വെറുതെ ഫോളോ ആക്കാനൊന്നും നോക്കണ്ട. ആർക്കും അത് യൂസ് ചെയ്യാനുള്ള അധികാരവും തരാൻ പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇവർക്ക് കൊണ്ടുവച്ച ചായ അതേപോലെ എടുത്തു കളഞ്ഞിട്ട് ഇവരോട് ഇറങ്ങി പോവാനായിട്ട് പറയാണ്. ഇവരും വേറെ നിവൃത്തിയില്ലാതെ അവിടെ നിന്ന് ഇറങ്ങുന്നു. അപ്പൊ പുറത്തിറങ്ങിയിട്ട് ഞാൻ കുറച്ച് വെപ്രാളം കാണിച്ചു പോയി, അതുകൊണ്ടായിരിക്കും അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാതിരുന്നത് എന്ന് പറയുമ്പോൾ ഹോമിങ്, അതൊന്നും അല്ല, അദ്ദേഹം പഴയ കാലത്തിൽ തന്നെ ജീവിക്കുന്ന ഒരു വ്യക്തിയാണ്. പുതിയ മാറ്റങ്ങളോടൊത്ത് മാറിയിട്ടില്ല. സോ അയാൾക്ക് ഇതൊന്നും പൊരുത്തപ്പെടാനാവില്ല. അത് അയാളുടെ സ്വഭാവമാണ് എന്ന് പറയുമ്പോൾ ഇവള്, പക്ഷെ അയാൾ ഇപ്പോഴും ഡിസൈൻ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് നിർത്തിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം അദ്ദേഹം ബ്ലൂ ഇങ്ക് ഇപ്പോഴും നിർമ്മിക്കുന്നുണ്ട്. അതിന്റെ പ്ലാൻസും കാര്യങ്ങളൊക്കെ അവിടെ വളർത്തുന്നുണ്ട്. മാത്രമല്ല അദ്ദേഹം ഇപ്പോഴും വർക്ക് ചെയ്യുന്ന പോലെയാണ് എനിക്ക് തോന്നിയത്. എക്സ്പെരിമെന്റും കാര്യങ്ങളൊക്കെ നടത്തുന്നുണ്ടായിരിക്കും എന്ന് പറയുമ്പോൾ ഹോമിങ്, അത് തന്നെയാണ് എനിക്കും തോന്നുന്നത് എന്ന് പറയുന്നു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്ന ഒരു വ്യക്തിയുടെ അടുത്തേക്ക് ഇവർ ഇപ്പൊ എത്തിയിരിക്കുകയാണ്. ഈ ഒരു ലേഡിയും ഇവിടെ തന്നെ താമസിക്കുന്ന, അദ്ദേഹത്തെ ഒരുപാട് നാളായിട്ട് അറിയാവുന്ന ഒരാളാണ്. സോ ഇവരും ഈ ലേഡിയോട് അദ്ദേഹത്തിന്റെ പ്രശ്നങ്ങൾ എന്താണ്, അദ്ദേഹം എന്തിനാണ് വർക്ക് നിർത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു ലേഡിയും ഇവരോട്, മാസ്റ്ററും അദ്ദേഹത്തിന്റെ വൈഫും 3 വർഷം മുന്നേ ഡിവോഴ്സ് ആയി. അതുകൊണ്ടാണ് അദ്ദേഹം പിന്നെ വർക്കൊന്നും ചെയ്യാത്തത്. ഡിവോഴ്സ് കാരണം അദ്ദേഹത്തിന്റെ ഇൻസ്പിറേഷൻ പോയി എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷെ അദ്ദേഹത്തിന്റെ വൈഫായിരുന്നു അദ്ദേഹത്തിന്റെ ഡിസൈനിങ് പാർട്ട്ണർ. അവർക്കാണ് പല ഡിസൈനെ കുറിച്ചും കൂടുതൽ കാര്യങ്ങൾ അറിയാവുന്നത്. ഇവർ രണ്ടുപേരും ഒരുമിച്ചാൽ മാത്രമേ ഇവർക്കൊരു വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കൂ. സോ വൈഫില്ലാതെ എങ്ങനെയാണ് ഇദ്ദേഹത്തിന് ആ ഒരു കാര്യം ചെയ്യാനാവുന്നത്? അവർ രണ്ടുപേരും നല്ല പെർഫെക്റ്റ് പാർട്ട്നേഴ്സ് ആയിരുന്നു. ഈ ഒരു നാട്ടില് ബൊട്ടാണിക്കൽ ഡൈനെ കുറിച്ച് പഠിക്കാനെത്തി ഇവിടെ വെച്ച് തന്നെയാണ് അവർ ഒരുമിച്ച് കണ്ടുമുട്ടി പ്രണയത്തിലായതും ഒക്കെ. പുള്ളിക്കാരനെ കല്യാണം കഴിക്കാനായിട്ട് അദ്ദേഹത്തിന്റെ വൈഫ് തന്നെയാണ് മുൻകൈ എടുത്തതും. വളരെ നല്ല രീതിയിലാണ് അവർ ഒരുമിച്ച് ജീവിച്ചു പോയിക്കൊണ്ടിരുന്നത്. പക്ഷെ അവർ വർക്കൊക്കെ ചെയ്ത് തുടങ്ങിയപ്പോൾ നല്ല വരുമാനവും കാര്യങ്ങളൊക്കെ ആയി. കാശ് വന്നു തുടങ്ങിയപ്പോൾ അവർക്കിടയിൽ പ്രശ്നങ്ങളും വന്നു തുടങ്ങി. സോ അങ്ങനെയാണ് അവർ ഡിവോഴ്സ് ആയത്. രണ്ടുപേരും ഇപ്പോൾ 2 കൊമ്പത്താണ് എന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഭയങ്കര ഫീൽ ആവാണ്. കാരണം ഒരാൾ കാരണം മറ്റൊരാളുടെ ഇൻസ്പിറേഷൻ പോയി എന്നൊക്കെ പറയുമ്പോൾ അവർ രണ്ടുപേരും ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചവരായിരിക്കുമല്ലോ. രണ്ടുപേരുടെ ഇടയിലും ആ ഒരു ആർട്സിനോടുള്ള പ്രണയം നഷ്ടപ്പെട്ടിട്ടുണ്ടാവില്ല എന്ന് ഇവർക്ക് അറിയാം. അവരുടെ ആ ഒരു റിലേഷൻഷിപ്പിലാണ് പ്രശ്നമുള്ളത് എന്ന് ഇവർക്ക് മനസ്സിലാവുകയാണ്. അപ്പോൾ ഇവിടെ ലെനിനാണെങ്കിൽ വർക്ക് ചെയ്തുകൊണ്ട് നിൽക്കുന്ന സമയത്ത് നല്ല പനിയായിരിക്കാണ്. ഷെന്നാണെങ്കിൽ ഇവളോട് വന്ന് നിനക്ക് എന്താ വയ്യേ എന്ന് ചോദിച്ച് ഇവളുടെ നെറ്റിയിൽ തൊട്ട് നോക്കുമ്പോൾ നല്ല പനിയുണ്ട്. ഉടനെ തന്നെ ഇവൻ ഹോസ്പിറ്റലിൽ പോകാനായിട്ട് വിളിക്കുന്നു. പക്ഷെ ഇവള് പോകുന്നില്ല. ഇവിടെ ഒരുപാട് വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയാണ്. ഇവർക്കാണെങ്കിൽ ഇപ്പോൾ ഫണ്ടിന്റെ അത്യാവശ്യം ഉണ്ടല്ലോ. സോ ലിയാങ്ങിന്റെ ഇൻവെസ്റ്റ്മെന്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഒന്നും തന്നെ ഇതുവരെ തീരുമാനമായിട്ടില്ല. സോ ഇനിയുള്ള കാര്യങ്ങൾ എങ്ങനെയാണ് നീക്കേണ്ടതെന്നും ഇവർക്ക് അറിയില്ല. അപ്പോൾ ഷെന്നാണെങ്കിൽ ഇവളോട്, ഞാൻ ഒരുപാട് ബാങ്കിലൊക്കെ ലോൺ ഞാൻ സമീപിച്ചിട്ടുണ്ട്. ഇപ്പോഴത്തെ നിങ്ങളുടെ കപ്പാസിറ്റി വെച്ച് 2 മില്യൺ വരെ ലോൺ കിട്ടും എന്ന് പറയുമ്പോൾ ഇവളും ആണോ എന്ന് ചോദിക്കുന്നു. അത്രയെങ്കിലും കിട്ടിയാൽ ഇവർക്ക് കുഴപ്പങ്ങളൊന്നും ഇല്ലാതെ ഇപ്പോഴത്തെ കാര്യങ്ങൾ നടക്കും. അതുകൊണ്ട് തന്നെ ഷെന്നും താൻ എന്തായാലും വീണ്ടും ശ്രമിച്ചു നോക്കാം എന്ന് പറയുന്നു. അപ്പോൾ ഇവനാണെങ്കിൽ പെട്ടെന്ന് ഇവൾക്ക് പനിയുണ്ടോ എന്ന് നോക്കുന്ന സമയത്ത് തരക്കേടില്ലാത്ത പനിയുണ്ട്. അതുകൊണ്ട് തന്നെ ഇവൻ ഒന്നും നോക്കുന്നില്ല. ഇവളെ വലിച്ചെടുത്ത് ഹോസ്പിറ്റലിലേക്ക് പോവാണ്. ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് ഷൻ തന്നെയാണ് അവളെ തിരിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് വിടുന്നത്. അപ്പോൾ ലിന്നാണെങ്കിൽ, എന്റെ ഫോൺ ഞാൻ സ്റ്റുഡിയോയിൽ വെച്ച് മറന്നു, ഒന്ന് എടുത്തിട്ട് വരാമോ എന്ന് പറയുമ്പോൾ ഇവനും അത് എടുക്കാനായിട്ട് പോകുന്നു. അങ്ങനെ ഇവൻ ഓഫീസിലത്തെ ഫോൺ എടുക്കുമ്പോൾ യു ആണെങ്കിൽ ഇവളുടെ ഫോണിൽ കിടന്ന് വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഷെന്നാണെങ്കിൽ ഫോൺ എടുത്തിട്ട്, ലിനിന് തീരെ സുഖയില്ല, ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ഇപ്പോ അവൾ വീട്ടിലുണ്ട്, ഇവിടെ ഓഫീസിൽ വെച്ച് അവളുടെ ഫോൺ മറന്നിട്ടാ പോയത്, ഞാനത് എടുക്കാൻ വേണ്ടി വന്നതാണ് എന്ന് പറയുന്നു. അവൾക്ക് വയ്യ എന്ന് കേട്ട് പെട്ടെന്ന് തന്നെ യുവും നേരെ ഇവരുടെ അപ്പാർട്ട്മെന്റിലേക്ക് വരുന്ന സമയത്ത് ഷെന്നാണെങ്കിൽ പുറത്തെ ഫോണും കൊണ്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. എന്നിട്ട് ലിനിന്റെ ഫോൺ എടുത്ത് ഇവന്റെ ഏൽപ്പിച്ചിട്ട്, ഇത് നീ തന്നെ കൊടുത്തേക്ക്, നീ എന്നെ തെറ്റിദ്ധരിക്കരുത്, അവൾക്ക് തീരെ വയ്യാത്തത് കൊണ്ട് ഹോസ്പിറ്റലിലേക്ക് കൂട്ടിക്കൊണ്ടു പോയത്, നിന്നെ അറിയിക്കാനും പറ്റിയില്ല, മെഡിസിൻ ഒക്കെ അവിടെ വെച്ചിട്ടുണ്ടോ, നീ തന്നെ എടുത്ത് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ യുവും അതൊന്നും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് താങ്ക്സ് പറഞ്ഞ് അകത്തേക്ക് കയറി പോവാണ്. പക്ഷെ ഇവൻ അവിടെയും വളരെ പ്രതികാരത്തോടു കൂടിയാണ് നോക്കുന്നത്. അതിനുശേഷം പിറ്റേന്നാണെങ്കിൽ ഇവിടെ ഇവർ രണ്ടുപേരും വീണ്ടും ഈ ഒരു മാസ്റ്ററെ കാണാനായിട്ട് എത്തിയിരിക്കുകയാണ്. എന്നിട്ട് ഇദ്ദേഹത്തിനോട്, നിങ്ങളെപ്പോലെ ഒരു ആർട്ടിസ്റ്റ് വർക്ക് നിർത്തുകയാണെങ്കിൽ അത് ഈ ലോകത്തോട് തന്നെ ചെയ്യുന്ന വലിയൊരു തെറ്റായിരിക്കും. നിങ്ങൾ ഇനിയും വർക്ക് സ്റ്റാർട്ട് ചെയ്ത് ഒരുപാട് പേരിലേക്ക് അത് എത്തിക്കണം. നിങ്ങൾ ഇങ്ങനെ ഒളിച്ചു ജീവിക്കേണ്ട വ്യക്തിയൊന്നുമല്ല. നിങ്ങളുടെ വർക്കിനെ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്. നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നഷ്ടപ്പെട്ടതാണ് പ്രശ്നമെങ്കിൽ നിങ്ങൾ മറ്റുള്ളവരോട് സംസാരിച്ചാൽ മതി. തീർച്ചയായും നിങ്ങൾക്ക് അത് തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇതൊന്നും എല്ലാവർക്കും കിട്ടുന്ന ഭാഗ്യമല്ല. മോഡേൺ ടെക്നോളജി ഒക്കെ യൂസ് ചെയ്യുന്നത് അത്ര മോശപ്പെട്ട കാര്യമൊന്നുമല്ല. മനുഷ്യനെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി കൂടിയിട്ടാണ്
വേണ്ടിയിട്ടാണ് ഇതൊക്കെ കണ്ടുപിടിച്ചേക്കുന്നത്, നമ്മുടെ ക്രിയേഷൻ കൂട്ടാൻ വേണ്ടിയിട്ടാണ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഇയാള് അമ്പിനും വില്ലിലും അടുക്കുന്നില്ല. മോഡേൺ ടെക്നോളജി ഉണ്ടെങ്കിൽ എന്തിനാ പിന്നെ നീയൊക്കെ എന്റെ അടുത്തോട്ട് വന്നത്? എന്റെ ഹെൽപ്പ് ചോദിച്ചു വന്ന എന്തിനാ? ഞാൻ ഒരിക്കലും ചേഞ്ച് ആവാൻ പോകുന്നില്ല, എന്റെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് പോകാൻ തുടങ്ങുമ്പോൾ ഷോയാൻ, നിങ്ങളെ വർക്ക് സ്റ്റോപ്പ് ചെയ്തെങ്കിൽ പിന്നെ എന്തിനാ മുറ്റത്ത് ഇപ്പോഴും ബ്ലൂ ഐറ്റംസ് ഉള്ളത്? അതിന്റെ ഇങ്ക് നിങ്ങൾ വീണ്ടും പ്രൊഡ്യൂസ് ചെയ്യുന്ന എന്തിനാണ്? നിങ്ങൾക്ക് ഇൻസ്പിറേഷൻ നഷ്ടപ്പെട്ടത് കൊണ്ടല്ല നിങ്ങൾ വർക്ക് സ്റ്റാർട്ട് ചെയ്യാത്തത്, നിങ്ങളുടെ വൈഫ് കൂടെ ഇല്ലാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഇയാൾ അവിടെ സ്റ്റോപ്പ് ആവുകയാണ്. അപ്പോൾ ഇവളെ വീണ്ടും, നിങ്ങൾക്ക് നിങ്ങളുടെ വൈഫ് ഇല്ലാത്തത് കൊണ്ടാണ് നിങ്ങൾക്ക് ഡിഫറന്റ് ആയിട്ടുള്ള ബ്ലൂ ഷെയ്ഡ് കണ്ടെത്താനാവാത്തത്, അതുകൊണ്ടല്ലേ നിങ്ങൾ ശരിക്കും വർക്ക് സ്റ്റാർട്ട് ചെയ്യാത്തത് എന്ന് പറയുമ്പോൾ ഇയാള് കുറച്ച് സമയം ഒന്നും മിണ്ടാതെ നിന്നിട്ട്, മതി നിർത്ത്, നിങ്ങൾ ഒരുപാട് ഓവർ സ്മാർട്ട് ആവണ്ട, എനിക്ക് എന്റെ ഇൻസ്പിറേഷൻ നഷ്ടപ്പെട്ടു, ഇനി ഞാൻ വർക്ക് ചെയ്യാനും പോകുന്നില്ല എന്ന് പറഞ്ഞ് വാതിലടച്ചിട്ട് ഇവർ പറയുന്നത് പോലും കേൾക്കാൻ തയ്യാറാവാതെ ദേഷ്യപ്പെട്ട് അവിടെ നിന്ന് പോവുകയാണ്. പക്ഷേ ഇവർക്ക് മനസ്സിലായി അദ്ദേഹത്തിന്റെ വൈഫ് ഇല്ലാത്തത് കൊണ്ടാണ് പുതിയ ക്രിയേഷൻ ഒന്നും നടക്കാത്തത് എന്ന്. ചിലപ്പോൾ അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ടാവാം, വൈഫായിരിക്കും അദ്ദേഹത്തിനോട് സഹകരിക്കാത്തത്. അദ്ദേഹത്തിന്റെ അവസ്ഥ വെച്ച് നോക്കുമ്പോൾ എനിക്ക് എന്നെ തന്നെയാണ് കാണാൻ സാധിക്കുന്നത് എന്ന് ഹോമിങ് പറയുമ്പോൾ ഇവള് അദ്ദേഹത്തിന്റെ ഭാഗത്താണ് ശരിയെന്നാണോ എന്ന് പറയുമ്പോൾ ഹോമിങ്, അങ്ങനെ ഞാൻ പറയുന്നില്ല, പക്ഷെ അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റേതായിട്ടുള്ള തീരുമാനങ്ങൾ ഉണ്ടാവാം, അത് ചിലപ്പോ വൈഫിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല, അതുകൊണ്ട് തന്നെ അദ്ദേഹം മറ്റൊരാൾക്ക് വേണ്ടി മാറാൻ ആഗ്രഹിക്കുന്നില്ലായിരിക്കും. അദ്ദേഹം അദ്ദേഹത്തിന്റെ ശ്രമം അവിടെ ഉപേക്ഷിച്ചത് കൊണ്ടാവാം വൈഫിനെയും സ്വന്തം കഴിവിനെയൊക്കെ നഷ്ടപ്പെട്ടത് എന്ന് പറയുമ്പോൾ ഇവനോട്, അപ്പോ നിങ്ങളുടെ ശ്രമം വിജയിച്ചു എന്നാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഇവൻ, അങ്ങനെയല്ല, എന്റെ ശ്രമം ഞാൻ തുടർന്നുകൊണ്ടേയിരിക്കുകയാണ് എന്ന് പറയുന്നു. അതായത് ഇവളെ കറക്റ്റ് ചെയ്യുന്ന കാര്യത്തില് ഷോയാനും അത് കേട്ട് ചിരിച്ചിട്ട് അവിടെ നിന്ന് പോവാണ്. എന്നിട്ട് ഇവരാണെങ്കിൽ പുതിയൊരു സ്പോട്ടിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പൊ ഇവൾ അവിടുത്തെ ബ്രിഡ്ജ് കണ്ടിട്ട്, ഇതെന്ത് ഭംഗിയാ, നമ്മൾ എത്ര തവണ അത് പാസ് ചെയ്ത് പോയതാ, അപ്പോഴൊന്നും ഇതിന് ഇത്ര ഭംഗി ഉണ്ടായിരുന്നില്ലല്ലോ എന്ന് പറയുമ്പോൾ ഹോമിങ്, അത് നമ്മുടെ തിരക്കുകൾക്കിടയിൽ നമ്മൾ മിസ് ചെയ്ത് പോയതാണ്. ആ പാലത്തിൽ നിന്ന് താഴേക്ക് നോക്കുമ്പോഴും ഇവിടെ നിന്ന് അങ്ങോട്ട് നോക്കുമ്പോഴും കാണുന്ന കാഴ്ച രണ്ടാണ്, അതറിയണമെങ്കിൽ നമ്മൾ രണ്ടിടത്ത് നിന്ന് നോക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഷുയാൻ ഇവനോട്, അല്ല നിങ്ങൾ എപ്പോഴും ഇവിടെ ഫസ്റ്റ് വന്നത് എന്ന് ചോദിക്കുന്നു. അപ്പൊ ഹോമിങ്ങും, ഹോഷന് 4 വയസ്സുള്ളപ്പോഴാണ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് വരുന്നത്, ഞാൻ അബ്രോഡിൽ നിന്ന് പഠിത്തമൊക്കെ കഴിഞ്ഞ് നാട്ടിലെത്തിയ സമയം, അന്നാണെങ്കിൽ അവന് കിൻഡർ ഗാർഡനിൽ പോകാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. ആ ഒരു സമയത്ത് അവനെ കൂളാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്, അമ്മയോട് പോലും പറയാതെയാണ് ഞങ്ങൾ അന്ന് ഇവിടേക്ക് വന്നത്. അവന് ഈ ഒരു സ്ഥലം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, അവൻ ആദ്യമായിട്ട് എന്നെ ഹഗ് ചെയ്തതും കിസ് ചെയ്തതും ഒക്കെ ഇവിടെ വെച്ചാണ്, എന്റെ ആദ്യത്തെ അനുഭവമായിരുന്നു അത് എന്ന് പറഞ്ഞ് ഇവൻ ഭയങ്കര ഫീൽ ആയിട്ട് ആ ഒരു വെള്ളത്തിലേക്ക് കല്ലൊക്കെ എടുത്ത് എറിയുമ്പോൾ ഷോയാനും ഇവനോടൊപ്പം വളരെ ഹാപ്പി ആയിട്ട് അതിൽ ജോയിൻ ചെയ്യാണ്. അങ്ങനെ അവർ ഒരുമിച്ച് പിന്നീട് കല്ലെറിയാനായിട്ട് തുടങ്ങുകയാണ്. സോ അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് അവസാനിക്കുന്നു.